ടേസ്റ്റിന്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിനോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല മുളക് ചേർത്ത മീൻ കറിയാണ്. കുടംപുളി ചേർത്ത് തയ്യാറാക്കിയ ഈ മീൻകറി വളരെ ടേസ്റ്റോടു കൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. വളരെ വേഗത്തിൽ നമുക്ക് ഈ മീൻകറി എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം. ഇതിനായി 500 ഗ്രാം കേരമീന് അല്പം വലിയ കഷ്ണങ്ങളായി തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി 6 കഷ്ണം കുടംപുളി എടുക്കാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അത് എടുക്കണം. ഇതിൽ നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ തിളപ്പിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഇതിന് നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കണം. ഈ മീൻകറി തയ്യാറാക്കാനായി ഏകദേശം ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ മുഴുവൻ ഉലുവ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി നമുക്ക് ചതച്ചെടുക്കാം. കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് എടുക്കാം. മുളകിട്ട മീൻകറി നമ്മൾ തയ്യാറാക്കുമ്പോൾ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ച് വെച്ചതായ കുടംപുളി ചേർത്ത് നമ്മൾ തിളപ്പിച്ചതായ വെള്ളം ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഈ മുളക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് കുഴച്ച് ലൂസാക്കി എടുക്കണം. ഈ കാണിച്ചിരിക്കുന്നത് പോലെ മിക്സ് ചെയ്ത് എടുക്കാം. കുടംപുളി ചേർത്ത വെള്ളം തന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കണം. പച്ചവെള്ളം ഇത് ചേർത്ത് മിക്സ് ചെയ്യരുത്. ഇനി നമുക്ക് മീൻ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു 10 15 ഉലുവ, മുഴുവൻ ഉലുവയാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചതച്ച് വെച്ചതായ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റണം. ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇന്നത്തെ മുളകിട്ട മീൻകറിയിൽ ചെറിയ ഉള്ളിയോ പച്ചമുളകോ ഞാൻ ചേർക്കുന്നില്ല. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതായ മുളകാണ്. അത് ഡയറക്റ്റായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മുളക് ചേർത്തതിന് ശേഷം എണ്ണയിൽ നല്ലതുപോലെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി വന്നതായ കുടംപുളി ചേർത്ത വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ വെള്ളം മാത്രം മതിയാവില്ല. അതിനോടൊപ്പം തന്നെ അഡീഷണലായി ഞാൻ 1.5 ഗ്ലാസ് ചൂടുവെള്ളം കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതായ മീൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മുളകിട്ട മീൻകറി നമ്മൾ ചെയ്യുമ്പോൾ മീനൊക്കെ ഒരല്പം വലിയ കഷ്ണങ്ങളാക്കി ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ മീനെല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മുളകെല്ലാം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതിനൊന്ന് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് ഇതിനെ വേവിക്കണം. നമുക്ക് ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ള ഒരു 3-4 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കരുത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സ്പൂൺ ഉപയോഗിക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ. കാരണം ഇത് സോഫ്റ്റായിട്ടുള്ള മീനാണ്. പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. വളരെ സോഫ്റ്റായി തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ബാക്കിയുള്ള സമയം നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഞാനൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഏകദേശം 10 മിനിറ്റോളമാണ് ഈ മീൻ വേകാനായി സമയം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഈ കായപ്പൊടി നമ്മുടെ മുളകിട്ട മീൻകറി ചേർക്കുന്ന നല്ലൊരു മണം കിട്ടും. ഇനി കുറച്ച് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇനി അവസാനമായി നമുക്ക് ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർക്കണം. ഇത് കൂടെ ചേർത്ത് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. വളരെ വേഗത്തിൽ സിമ്പിളായി നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു മീൻകറിയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. നമ്മളിത് തലേ ദിവസം രാത്രി ചെയ്ത് പിറ്റേന്ന് രാവിലെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.